ഹായ് എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓസ്ട്രേലിയ PR-ൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നാണ്. ഇപ്പോൾ നമ്മളൊരു എക്സ്റ്റേണൽ കൺട്രിയിൽ വർക്ക് ചെയ്യുന്ന നഴ്സാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു നഴ്സാണെങ്കിലും നമുക്ക് ഓസ്ട്രേലിയ പോലെ ഒരു ഡെവലപ്ഡ് കൺട്രിയിൽ പോയി സെറ്റിൽ ആവുക എന്ന് പറയുന്നത് എല്ലാ നഴ്സിൻ്റെയും ഡ്രീമാണ്. സോ അത് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നമുക്ക് ഓസ്ട്രേലിയ പോലത്തെ ഒരു കൺട്രിയിലേക്ക് നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴേക്കും എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ആ കൺട്രി നമുക്ക് ഓഫർ ചെയ്യുന്നത്, പെർമനൻറ്റ് റെസിഡൻസി പോലെ അത്രയും വലിയൊരു പ്രോസസ്സിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആ കൺട്രി നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇത് കുറച്ചൊരു ലെങ്തി വീഡിയോ ആയിരിക്കും, അതുകൊണ്ട് 2 പാർട്ടായിട്ടായിരിക്കും ഇത് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. സോ 2 പാർട്ടും കാണാം. നിങ്ങളൊരു ഓസ്ട്രേലിയ ആസ്പയറൻ്റ് ആണെന്നുണ്ടെങ്കിൽ 2 പാർട്ടും കാണാം. സോ ഓൺ ടു ദ വീഡിയോ. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് തന്നെ എക്സെപ്ഷണൽ ലൈഫ് സ്റ്റൈൽ ക്വാളിറ്റിയാണ് ഓസ്ട്രേലിയ ഓഫർ ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യനെ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോഴേക്കും ഓസ്ട്രേലിയ വലിയൊരു ചേഞ്ച് തന്നെയാണ് നമുക്ക് ഓഫർ ചെയ്യുന്നത്. ഇപ്പോൾ ലൈഫ് സ്റ്റൈലിലെ ആണെങ്കിലും വർക്ക് ലൈഫ് ബാലൻസ് ആണെങ്കിലും റെക്രിയേഷണൽ ആക്ടിവിറ്റീസ് ആണെങ്കിലും എന്തുകൊണ്ടും വലിയൊരു ചേഞ്ച് തന്നെയായിരിക്കും നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ വർക്ക് ലൈഫ് ബാലൻസ് നോക്കുകയാണെങ്കിൽ തന്നെ അവിടെ ഒരു ഫിക്സ്ഡ് വർക്ക് അവേഴ്സ് ഉണ്ട്. ഇപ്പോൾ നഴ്സസിന് മാത്രമല്ല, വേറെ ഏതൊരു ഒക്കുപ്പേഷൻ ആണെങ്കിലും ഡെയിലി 8 hour ഷിഫ്റ്റ്സ് അത് ഫിക്സ്ഡ് ആണ്. ആൻഡ് ഓൾസോ 5 day വീക്കെൻഡ്സ് ആണ് നമുക്ക് ഉണ്ടാവുക. ഇപ്പോൾ വർക്ക് ലൈഫ് ബാലൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഡെയിലി 8 hour ഷിഫ്റ്റ്സ് ഫിക്സ്ഡ് ആണ്. ആൻഡ് ഓൾസോ 5 day വീക്സ് ആയിരിക്കും ഉണ്ടാവുക. അതൊരു ഫിക്സ്ഡ് ഷെഡ്യൂളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വർക്ക് ലൈഫ് ബാലൻസ് നമുക്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. കമ്പയർഡ് ടു ഇന്ത്യ, ഓസ്ട്രേലിയ ഒരു വെരി ക്ലീൻ ആൻഡ് സേഫ് എൻവയൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കൺട്രിയാണ്. ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന തന്നെ അഗ്രികൾച്ചർ എക്സ്പയറൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിലും ഇന്ത്യയോട് സിമിലർ ക്ലൈമറ്റ് ആണ് ഓഫർ ചെയ്യുന്നത്. സോ ഒരു ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ റെക്രിയേഷണൽ ആക്ടിവിറ്റീസ് ഒക്കെ ആണെങ്കിലും നമുക്കതിൽ എൻഗേജ് ചെയ്യാനായിട്ടാണെങ്കിലും പറ്റുന്നുണ്ട്. വർക്ക് ലൈഫ് ബാലൻസിൻ്റെ കാര്യം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇത്രയും 8 hour ടൈം സ്കെഡ്യൂളിൽ നമ്മൾ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഫാമിലി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടാണെങ്കിലും നമുക്ക് കുറച്ചുകൂടി ബെനിഫിഷ്യൽ ആയിരിക്കും. നമ്മൾ കംപ്ലീറ്റ്ലി നമ്മുടെ നാട്ടിലെ പോലെ ഒരുപാട് ഇതിൽ ഇൻവെസ്റ്റഡ് ആയി നമുക്ക് ഫാമിലിക്ക് കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനില്ലാതെ നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ട അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ പൊതുവേ വരാറില്ല. പെർമനൻറ്റ് റെസിഡൻറ്റ് ആയതുകൊണ്ട് തന്നെ ഗവൺമെൻറ് നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. കുട്ടികൾക്കാണെങ്കിൽ ചൈൽഡ് അലവൻസ് പെൻഷൻ ആണെങ്കിലും സോഷ്യൽ സെക്യൂരിറ്റി ആണെങ്കിലും ഇൻഷുറൻസ് ആണെങ്കിലും നമുക്ക് അങ്ങനെ എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാനും താമസിക്കാനുള്ള പെർമിഷൻ ആണെങ്കിലും അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് പെർമനൻറ്റ് റെസിഡൻറ്റ് ആയതുകൊണ്ട് നമുക്ക് ഫുൾ ഫാമിലിക്ക് ഓഫർ ചെയ്യാൻ പറ്റും. കുട്ടികളുടെ എഡ്യൂക്കേഷൻ +2 വരെ ഫ്രീ എഡ്യൂക്കേഷൻ നമുക്ക് പബ്ലിക് സ്കൂളിൽ കിട്ടുന്നുണ്ട്. ഫ്രീ മെഡിക്കെയർ നമുക്ക് ഫുൾ ഫാമിലിക്ക് പെർമനൻറ്റ് റെസിഡൻറ്റിൻ്റെ ഇമ്മീഡിയറ്റ് ഫാമിലി എന്ന് പറയുമ്പോൾ ഇപ്പോൾ മാരിഡ് ആണെങ്കിൽ ഹസ്ബൻഡും കുട്ടികളും ആയിരിക്കും ഇമ്മീഡിയറ്റ് ഫാമിലി എന്ന് പറയുന്നത്. സിംഗിൾ ആണെങ്കിലായിരിക്കും പാരൻസിൻ്റെ വരുന്നത്. അപ്പോൾ ഇമ്മീഡിയറ്റ് ഫാമിലിക്ക് മെഡിക്കെയർ ആണെങ്കിലും നമുക്ക് ഫ്രീ ആയിട്ട് ഓഫർ ചെയ്യുന്നുണ്ട്. പബ്ലിക് ഹോസ്പിറ്റൽസിൽ ഫ്രീ മെഡിക്കെയർ ഓഫർ ചെയ്യുന്നുണ്ട്. അങ്ങനെ എക്സെപ്ഷണൽ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. നാട്ടിലെ സംബന്ധിച്ച് നമുക്ക് ഓസ്ട്രേലിയയിൽ വലിയൊരു ചേഞ്ച് ആയിരിക്കും നമുക്ക് ഓഫർ ചെയ്യാൻ കിട്ടുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഫ്രീഡം ടു വർക്ക് എനിവെയർ ഇൻ ഓസ്ട്രേലിയ ആണ്. ഇപ്പോൾ നമ്മളൊരു വർക്ക് വിസയിലാണെങ്കിലും പെർമനൻറ്റ് റെസിഡൻസിലാണെങ്കിലും നമുക്ക് വരുന്ന വിസ കാറ്റഗറീസ് എന്ന് പറയുന്നത് 189, 190, 491 ആൻഡ് 186 ഈ വിസ കാറ്റഗറിയിലൊക്കെ ആയിരിക്കും നമ്മൾ വരുന്നത്. ഇപ്പോൾ ഒരു സ്റ്റേറ്റ് നോമിനേറ്റഡ് ആയിട്ടാണ് നമ്മൾ പെർമനൻറ്റ് റെസിഡൻസ് കിട്ടി അങ്ങോട്ട് പോകുന്നതെങ്കിൽ 190, 491 പോലത്തെ വിസയിലാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നതെങ്കിൽ നമുക്ക് 5 years അങ്ങോട്ട് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വിസ ആയിരിക്കും നമുക്ക് ഇനീഷ്യലി കിട്ടുന്നത്. ഈ 5 years നമ്മൾ അതേ സ്റ്റേറ്റിൽ തന്നെ നിൽക്കണമെന്ന് നിർബന്ധമില്ല. അതിൽ 2 years നമ്മൾ അവിടെ സ്റ്റേ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി വേറെ സിറ്റിയിലേക്ക് നമുക്ക് മൂവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണെങ്കിലും നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ എംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യമാണെങ്കിലും നമുക്ക് വേറെ റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് വേറൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ആവണമെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് എംപ്ലോയർ നമുക്ക് കംഫർട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് സ്വിച്ച് ചെയ്യാനോ നമുക്ക് വേറെ റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. കാരണം പെർമനൻറ്റ് റെസിഡൻറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനനുസരിച്ചുള്ള പ്രയോറിറ്റി നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. യാതൊരു പ്രശ്നങ്ങളോ ഒരു ഡേഞ്ചറസ് എൻവയൺമെൻറ്റോ ഇല്ലാതെ നമുക്കത് സ്വിച്ച് ചെയ്യാനായിട്ടും ഈസിലി മറ്റൊരു ജോബ് കണ്ടുപിടിക്കാനാണെങ്കിലും നമുക്ക് അവിടെ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫുൾ ടൈം, പാർട്ട് ടൈം, കാഷ്വൽ അങ്ങനെ ഏത് രീതിയിലും നമുക്കൊരു വർക്ക് സ്കെഡ്യൂൾ നമുക്ക് അവിടെ ഫോളോ ചെയ്യാം. എംപ്ലോയി ഡിപ്പെൻഡൻ്റ് അല്ലാത്തത് കൊണ്ട് പെർമനൻറ്റ് റെസിഡൻറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഹൈ സാലറി ആൻഡ് ജോബ് സെക്യൂരിറ്റിയാണ്. നമ്മളൊരു വർക്ക് വിസയിൽ ഓസ്ട്രേലിയയിലേക്ക് ട്രാവൽ ചെയ്ത് നമ്മളവിടെ ജോലി ചെയ്യുന്നതിനേക്കാളും ഒരു പെർമനൻറ്റ് റെസിഡൻ്റ് ആയിട്ട് നമ്മളവിടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ജോബ് സെക്യൂരിറ്റി എന്തുകൊണ്ടും ഹൈ ആയിരിക്കും. അതിൽ മെയിൻ കാര്യം എന്ന് പറയുന്നത് സാലറി നെഗോഷിയേറ്റ് ചെയ്യാനുള്ള പവർ നമുക്കുണ്ടാവും. ഒരു എംപ്ലോയർ നമ്മളെ സ്പോൺസർ ചെയ്ത് കൊണ്ടുപോകുന്ന പോലെ ആയിരിക്കില്ല നമ്മളൊരു പെർമനൻറ്റ് റെസിഡൻ്റ് ആയിട്ട് നമ്മളവിടെ ജോബ്സിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ. സോ വി ഹാവ് ദാറ്റ് പവർ ഇൻ അവർ ഹാൻഡ്സ്. നമുക്ക് എന്താ പറയുക, നമുക്കൊരു ഹോസ്പിറ്റലിൽ മാറണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എംപ്ലോയർ മാറണമെന്നുണ്ടെങ്കിലോ സിറ്റീസ് ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലോ നമുക്ക് യാതൊരുവിധ റെസ്ട്രിക്ഷനും ഉണ്ടാവില്ല. വീക്കെൻഡ് ഷിഫ്റ്റ്സോ നൈറ്റ് ഷിഫ്റ്റ്സോ അല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ OT ടൈം എടുക്കണമെങ്കിലോ അതിനുള്ള പേയ്മെൻ്റ് ഒക്കെ നമുക്ക് ധൈര്യപൂർവ്വം നമുക്ക് ഡിമാൻഡ് ചെയ്യാനായിട്ട് പറ്റും. വർക്ക് വിസയിൽ ഒരു എംപ്ലോയറിൻ്റെ ആ ഒരു വിസ റെസ്ട്രിക്ഷനിൽ നിൽക്കുന്ന സമയത്തായതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് അത്രയും കോൺഫിഡൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിമാൻഡിങ് ആയിട്ടോ നമുക്കത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല.
സോ പെർമനൻറ്റ് റെസിഡൻസി നമുക്ക് 100% ജോബ് സെക്യൂരിറ്റിയും നമുക്ക് സാലറിയുടെ കാര്യങ്ങളാണെങ്കിലും നമുക്ക് ഉറപ്പ് വരുത്തുന്നുണ്ട്. ഇപ്പോൾ ജോബ് സെക്യൂരിറ്റിയുടെ കാര്യം പറയുവാണെങ്കിൽ ടെർമിനേഷൻ റേറ്റ്സ് പൊതുവേ ഓസ്ട്രേലിയയിൽ കുറവാണ്. നമ്മൾ ഫസ്റ്റ് ഒരു ജോബിന് അപ്രോച്ച് ചെയ്യുമ്പോൾ അവർ നമുക്കൊരു 3 to 4 months പ്രൊബേഷൻ ടൈം ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ആ ടൈമിൽ തന്നെ നമുക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ട് തോന്നുന്നില്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസ് അവർക്കോ അല്ലെങ്കിൽ ആ എൻവയൺമെൻറ്റ് നമുക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ട് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വർക്ക് വിസയുടെ പോലെ റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കത് ഈസി ആയിട്ട് ആ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ടെർമിനേഷനായിട്ട് പോകുന്നുണ്ടെങ്കിൽ അത്രയും പൂവർ പെർഫോമൻസ് ഒക്കെ ആണെങ്കിൽ മാത്രമായിരിക്കും ടെർമിനേഷൻ്റെ ആ ഒരു സ്റ്റേജിലേക്ക് പോകുന്നത്. ഓൾമോസ്റ്റ് സിമിലർ ടു അവർ കേസസ് ഇൻ ഇന്ത്യ. ഓസ്ട്രേലിയയുടെ ഹെൽത്ത് കെയർ സെക്ടർ ഇപ്പോഴും ഗ്രോയിങ് ആൻഡ് ഡെവലപ്പിംഗ് ആയതുകൊണ്ട് തന്നെ അവിടെ എപ്പോഴും ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിനും ഹെൽത്ത് കെയർ ഒക്കുപ്പേഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും ഹൈ ഡിമാൻഡ് തന്നെയാണ്. Tier 1 കാറ്റഗറിയിലാണ് ഹെൽത്ത് കെയർ കാറ്റഗറീസിൽ വരുന്ന ഒക്കുപ്പേഷൻസിനും നഴ്സസ്, ഡോക്ടേഴ്സ്, തെറപ്പിസ്റ്റ് കാറ്റഗറിയിൽ വരുന്ന എല്ലാവരുടെയും Tier 1 കാറ്റഗറിയിലാണ് ഈ ഒക്കുപ്പേഷൻ ലിസ്റ്റിൽ വരുന്നത്. സോ അവിടെ ഒരു ഡെവലപ്പിംഗ് കൺട്രി ആയതുകൊണ്ടും ഹെൽത്ത് കെയർ സിസ്റ്റം അവർ എപ്പോഴും എക്സ്പാൻഡ് ചെയ്യുന്നത് കൊണ്ടും അവർക്ക് ഹൈ ജോബ് സെക്യൂരിറ്റിയും ഹൈ ജോബ് അവൈലബിലിറ്റിയാണ് വരുന്നത്. നമുക്കൊരു റയറസ്റ്റ് കേസിൽ നമുക്ക് സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ജോബ്സ് കണ്ടുപിടിക്കാനാണെങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിംഗ് ഓപ്പർച്യൂണിറ്റി ഫോർ നഴ്സസ് എന്നുള്ളതാണ്. ഓസ്ട്രേലിയ ഇസ് കമ്പാരിറ്റീവ്ലി നഴ്സസ് പാരഡൈസ്. അതുപോലെ മെഡിക്കൽ പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഓസ്ട്രേലിയയിൽ എപ്പോഴും ഹൈ ഡിമാൻഡാണ് വരുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി വരുന്ന PR ടിയർ വൈസ് ആയിട്ടുള്ള കാറ്റഗറിയിലാണെങ്കിലും Tier 1 മെഡിക്കൽ ഫീൽഡിലുള്ള എല്ലാവരും വരുന്നത്. അതായത് നഴ്സസ് പ്രാക്ടീഷണർ, ഹെഡ് നഴ്സ്, നഴ്സിംഗ് എഡ്യൂക്കേറ്റർ, ആ ഒരു കാറ്റഗറിയിലുള്ള എല്ലാം നമുക്ക് Tier 1 വരുന്നത്. അതുകൊണ്ട് നമുക്ക് ജോബ് സെക്യൂരിറ്റിയും വളരെ സ്ട്രോങ് ആയിരിക്കും. നിങ്ങളൊരു PR ഹോൾഡർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. കാരണം പെർമനൻറ്റ് റെസിഡൻസിന് എഡ്യൂക്കേഷൻ അവിടെ ഒരു സബ്സിഡൈസ് റേറ്റ് ആണ് വരുന്നത്. നമ്മളൊരു BSc നഴ്സിംഗ് ഗ്രാജുവേറ്റ് ആണ്, നമുക്ക് അവിടെ പോയിട്ടൊരു PGയോ അല്ലെങ്കിൽ മാസ്റ്റേഴ്സോ എടുക്കണം എന്നുണ്ടെന്നാണെങ്കിൽ നമുക്ക് ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് ഇന്ത്യയിൽ നിന്ന് അപ്ലൈ ചെയ്ത് പോകുമ്പോഴുള്ള റേറ്റിനേക്കാളും ഒരു സബ്സിഡൈസ്ഡ് എമൗണ്ട് ആയിരിക്കും നമുക്ക് അവിടെ പോകുമ്പോഴേക്കും ചാർജ്ഡ് ആവുക. ബിക്കോസ് വി ആർ എ പെർമനൻറ്റ് റെസിഡൻറ്റ്. അപ്പോൾ അതുകൊണ്ട് കുറഞ്ഞ റേറ്റിൽ തന്നെ നമുക്ക് ഹയർ ക്വാളിറ്റിയിലുള്ള എഡ്യൂക്കേഷൻ ആണെങ്കിലും നമുക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മെഡിക്കെയർ ആണ്. മെഡിക്കെയർ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ പെർമനൻറ്റ് റെസിഡൻ്റ് ആയതുകൊണ്ട് തന്നെ ഒരു സ്മോൾ ഇഞ്ചുറി തൊട്ട് മേജർ സർജറീസ് വരെ പബ്ലിക് ഹോസ്പിറ്റലിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരിക്കും. നമുക്ക് പെർമനൻറ്റ് റെസിഡൻറ്റിനും പ്രൈമറി ആപ്ലിക്കൻറ്റിനും ആ ഫാമിലിയിൽ ഇമീഡിയറ്റ് ഫാമിലിയിൽ വരുന്ന എല്ലാവർക്കും ഫ്രീ ആക്സസ് ടു മെഡിക്കെയർ ആയിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ഇൻ കേസ് നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ആണ് പ്രിഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രൈവറ്റ് ഇൻഷുറൻസ് ആണെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ 5 പോയിൻറ്റ്സ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇത് കുറച്ച് ലെങ്തി വീഡിയോ ആയതുകൊണ്ട് നമ്മൾ 2 പാർട്ടായിട്ടായിരിക്കും അപ്ലൈ ചെയ്യുന്നുണ്ടാവുക. സോ നെക്സ്റ്റ് പാർട്ടിലേക്ക് നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയാം. സോ എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെന്നാണെങ്കിൽ കമൻറ്റിൽ നമുക്ക് കൊടുത്താൽ മതി. വി ക്യാൻ റിപ്ലൈ. ആൻഡ് ഇഫ് യു വാണ്ട് എനി മോർ ക്ലാരിഫിക്കേഷൻ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ കൗൺസിലേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. Catch you in the next video.